താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി വിരുദ്ധ സമരത്തിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ 30 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. അതിനിടെ ആക്രമണത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാഹനങ്ങൾ തകർക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സ്ഥലത്ത് കണ്ണൂർ DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ സംഘർഷത്തിൽ 321 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥലത്ത് ഹർത്താലും തുടരുകയാണ്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാനം സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് കഷ്ടപ്പെടുന്നു, മറുഭാഗത്ത് അത് തകർക്കാൻ വേണ്ടി DYFI പ്രവർത്തകരും കഷ്ടപ്പെടുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും ഇന്നലെ ഈ ഫ്രഷ് കട്ടിനെതിരെ നടന്ന സമരത്തിൽ 321 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിലൊരു DYFI പ്രവർത്തകനാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത്. ഇദ്ദേഹം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ T മെഹബൂബാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വർഷങ്ങളായി തന്നെ ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുന്നുണ്ട്. പ്രദേശവാസികൾക്കുൾപ്പെടെ വലിയ തോതിൽ തന്നെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ സമരം നടക്കുന്നത്. ഇന്നലെയാണ് ഇവിടെ ഒരു രാപ്പകൽ സമരം ഉണ്ടാകുന്നത്. ഈ രാപ്പകൽ സമരമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടു കൂടി എത്തിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഇവിടെ നടന്ന സംഘർഷത്തിൽ തകർത്ത വാഹനങ്ങളാണ്. ഈ ഒരു 321 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇതിലെ കലാപം, അതുപോലെ തന്നെ വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ പോലീസിനെ ആക്രമിച്ചതിലാണ് പേരും DYFI പ്രവർത്തകരാണോ? തന്നെയാണ് അശ്വതി. ഇതിൽ 321 പേർ DYFI പ്രവർത്തകരല്ല, ഇതിൽ DYFI പ്രവർത്തകരുണ്ട്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈകിട്ടോടുകൂടി തന്നെ ഈ കണ്ണൂർ DIG യതീഷ് ചന്ദ്ര മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ നിന്നും കാര്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടെ രാപ്പകൽ ഒരു സമരം ഈ ഒരു അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്നിരുന്നു. എന്നാൽ ഉച്ചവരെ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഈ സമരം വൈകിട്ടോടുകൂടി പെട്ടെന്നാണ് ഇത്തരത്തിലൊരു വലിയ അക്രമത്തിലേക്ക് നീങ്ങുന്നത്. ഒരു പറ്റം ആളുകൾ ഒരു ഭാഗത്ത് ഈ സമരം നാട്ടുകാർ ഉൾപ്പെടെ പ്രദേശവാസികൾ വളരെ സമാധാനപരമായി ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ കരുതി കൂട്ടി ചിലർ ഇത്തരത്തിൽ ഈ ഫ്രഷ് കട്ട് സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി വരികയും ഇവിടെ സംസ്കരണശാലയ്ക്കും അതുപോലെ തന്നെ നിരത്തിയിട്ട വാഹനങ്ങൾക്കുൾപ്പെടെ തീയിടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ നൽകിയതാണ്. അത്തരത്തിൽ വളരെ സമാധാനപരമായി ഈ ഇത്തരത്തിൽ ഒരു സമരം നടത്തിയ ആളുകളല്ല. ഇത്തരത്തിൽ ഇത് പ്രകോപനപരമായി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത ഒരു അക്രമമാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഇന്നലെ DIG യതീഷ് ചന്ദ്ര പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ 321 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ DYFI പ്രവർത്തകനായിട്ടുള്ള മെഹബൂബാണ് ഒന്നാം പ്രതിയുള്ളത്. കൂടാതെ തന്നെ ഇതിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് 6 FIRകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നിലവിലിട്ടിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കേസ് കൂടിയുണ്ട്. അതായത് ഇന്നലെ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിട്ടിരുന്നു. ആ സമയത്ത് ഈ സംസ്കരണ കേന്ദ്രത്തിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ തൊഴിലാളികളെ കൂടി കൊല്ലാനുള്ളൊരു ശ്രമം, ആ രീതിയിൽ തന്നെയാണ് FIRും പോലീസ് ഇട്ടിട്ടുള്ളത്. അതായത് മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുവെന്നും തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിക്ക് അകത്തിട്ട് പൂട്ടിയെന്നും FIRലുണ്ട്. അത്തരത്തിൽ ഇത്തരം കൊല്ലണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് FIRലുള്ളത്. ഇന്നലെ നടന്ന ഈ സംഘർഷത്തിൽ നിരവധി പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ 16ഓളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. താമരശ്ശേരി റൂറൽ SP ആയിട്ടുള്ള KV ബൈജു ഇപ്പോഴും കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ തന്നെ 16ഓളം പോലീസുകാർക്കും ഈ അക്രമത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അശ്വതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 6 വർഷത്തോളം ഉള്ളൊരു പഴക്കമുണ്ട് ഈ ഫ്രഷ് കട്ടിനെതിരെയുള്ള ഈ ഒരു സമരത്തിൽ. കാരണം കുറേ വർഷങ്ങളായി പ്രദേശവാസികൾക്കെല്ലാം ഒരു തരത്തിൽ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം വലിയൊരു തോതിൽ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം വലിയൊരു ദുർഗന്ധം ഈ പ്രദേശത്ത് നിന്നെല്ലാം വമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനായിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസികളുടെ ഒരു സമരമായിരുന്നു ഇതെങ്കിൽ കൂടി ഇത് പെട്ടെന്ന് തന്നെയായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് തന്നെ
ഇത്തരത്തിൽ നിരന്തരമായി തന്നെ ഈ പ്രദേശവാസികൾ ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന സമരം സമാധാനപരമായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിൽ നമ്മൾ പ്രദേശവാസികളോടെല്ലാം സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് പെട്ടെന്നായിരുന്നു ഇന്നലെ ഒരു സമരം ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ അത് ഉച്ചവരെ ശാന്തമായി തന്നെ പോവുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളോ ഒന്നും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു സമരത്തിൻ്റെ സ്വഭാവ രീതികളെല്ലാം മാറുന്നത്. പുറത്തുനിന്നുള്ള കുറച്ച് പേർ നമ്മൾ ആ CCTV ദൃശ്യങ്ങളെല്ലാം പങ്കുവച്ചിരുന്നു. അതിലെല്ലാം വ്യക്തമാണ്. കാരണം കുറച്ചധികം ആളുകൾ കയ്യിൽ മാരകായുധങ്ങൾ വടി പോലുള്ള ആയുധങ്ങളുമായി ഇതിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഈ ഫ്രഷ് കട്ടിനകത്ത് കിടക്കുന്ന വാഹനങ്ങളാണ്. നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. ഈ വാഹനങ്ങൾക്കെല്ലാം തീ കൊടുക്കുന്നത് നേരിട്ട് പെട്രോൾ ടാങ്കിലേക്ക്, അതായത് ഈ വാഹനം കത്തിക്കണം അല്ലെങ്കിൽ ഇതൊരു അക്രമം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ അക്രമികൾ ഈ ഫ്രഷ് കട്ടിനകത്തേക്ക് കയറിയതെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഈ അക്രമകാരികൾ ഈ സ്ഥാപനത്തിനകത്തേക്ക് കയറിയെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അത്തരത്തിൽ തന്നെ ആയിരുന്നു ഇന്നലെ DIGയുടെ ഒരു മാധ്യമങ്ങളെ കണ്ടത്. ഈ വൈകിട്ടോടുകൂടി ഈ അക്രമത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടതും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ അക്രമത്തിന് പുറകിൽ വലിയൊരു സംഘമുണ്ട്. അതുകൂടെ ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ സ്ഥാപനത്തിനകത്തേക്ക് കയറിയതും തീയിട്ടതും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് പരിശോധനയുണ്ടാകും. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു വരികയാണ്. അശ്വതി. ശരി, രമ്യയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി വിരുദ്ധ സമരത്തിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 1-ാം പ്രതി DYFI പ്രവർത്തകനെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.